അറബിക്കടലിൽ മുങ്ങിത്താണ് ലൈബീരിയൻ ചരക്ക് കപ്പലിനെ കുറിച്ച് വരുന്ന പുതിയ ആരോപണം എന്തെന്നാൽ കപ്പൽ സ്വയം മുങ്ങിയതല്ലെന്നും കപ്പലിനെ മുക്കിയതാകാമെന്നുമാണ്. കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ചാൾസ് ജോർജ് ആണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. MSCയുടെ എൽസ്-3 എന്ന കപ്പലാണ് കൊച്ചിയിൽ മുങ്ങിയത്. അപകടത്തെ സംബന്ധിച്ചുള്ള ദുരൂഹത ഇനിയും മാറിയിട്ടില്ലെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. കപ്പൽ മുക്കിയതാണെന്ന സംശയം തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ഇത്തരമൊരു കപ്പൽ ഉണ്ടാക്കണമെങ്കിൽ 400 കോടി രൂപയെങ്കിലും ചെലവ് വരും. മുങ്ങിയ കപ്പലിന് 28 വർഷം പഴക്കമുണ്ട്. കാലാവധി കഴിഞ്ഞ് 3 വർഷം പിന്നിട്ട് ഒരു കപ്പലാണിതെന്ന് അറിയാൻ കഴിയുന്നത്. ജപ്പാനിൽ 15 വർഷമാണ് ഒരു കപ്പലിന്റെ കാലപരിധി. ഈ കപ്പൽ ഡ്രൈ ഡോക്ക് ചെയ്യാനും അടുത്ത ആഴ്ച മുതൽ പുതിയ ഒരു കപ്പൽ കൊണ്ടുവരുവാനും ഷിപ്പിംഗ് കമ്പനി തീരുമാനിച്ചിരുന്നതുമാണ്. ഈ സാഹചര്യത്തിലാണ് കപ്പൽ മുങ്ങിയിരിക്കുന്നത്. കപ്പലിന് ഇൻഷുറൻസ് പരിരക്ഷയുള്ളതിനാൽ കമ്പനിക്ക് നല്ലൊരു തുക ലഭിക്കും. കപ്പൽ പൊക്കിയെടുക്കുക എന്നത് ദുഷ്കരമായതിനാൽ ആ ദൗത്യം ഉപേക്ഷിക്കാനാണ് സാധ്യത. കപ്പലിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ചും ചില സംശയങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. കപ്പൽ പുറപ്പെടുന്നതിന് മുൻപ് മെർക്കന്റൈൽ മറൈൻ വകുപ്പ് പരിശോധിച്ച് ഇത് ഉറപ്പുവരുത്തേണ്ടതാണ്. അത് ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം 26 ഡിഗ്രി മാത്രം ചെരിഞ്ഞ ഒരു കപ്പൽ 12 മണിക്കൂറിനകം മുങ്ങിയതും പരിശോധിക്കേണ്ടതാണ്. സാധാരണ കപ്പലുകൾ 15 മീറ്റർ വരെ തിര ഉയരുന്ന മെഡിറ്ററേനിയൻ കടലിൽ പ്രവർത്തിക്കാവുന്ന തരത്തിലാണ് നിർമ്മിക്കുക. 623 കണ്ടെയ്നറുകളായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. കയറ്റുമ്പോൾ തന്നെ ഇത് സംബന്ധമായ ബില്ലുകളും നൽകേണ്ടതുണ്ട്. രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് കപ്പലിലും തുറമുഖത്തുമുള്ള പ്രോട്ടോകോളും പാലിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കണമെന്നും ചാൾസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 1.5 ദശകത്തിനിടെ 20,000-ലധികം ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ കടലിലേക്ക് മറിഞ്ഞിട്ടുണ്ടെന്നാണ് വ്യവസായ ഗ്രൂപ്പായ ഷിപ്പിംഗ് കൗൺസിലിന്റെ രേഖകളിൽ പറയുന്നത്. പ്രക്ഷുബ്ധമായ കടലുകളിൽ ഒരു കണ്ടെയ്നർ മുതൽ 100 കണക്കിന് വരെ ചരക്ക് കപ്പലുകൾ നഷ്ടമായേക്കാം. ഓരോ വർഷവും എത്ര കണ്ടെയ്നർ വീതം കടലിൽ പതിക്കുന്നുവെന്നത് സംബന്ധിച്ച് പല കണക്കുകളാണ് വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു വ്യവസായ ഗ്രൂപ്പിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 16 വർഷത്തിനിടെ ശരാശരി 1500 കണ്ടെയ്നറുകളാണ് കടലിൽ നഷ്ടമായിട്ടുള്ളത്. 2020-ൽ അബസ് എന്ന ചരക്ക് കപ്പലിൽ നിന്ന് പസഫിക് സമുദ്രത്തിൽ പതിച്ചത് ഏകദേശം 2000 കണ്ടെയ്നറുകളാണ്. മിക്ക കണ്ടെയ്നറുകളും ഒടുവിൽ കടലിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങുകയും അവ ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യും. ഇത് സമുദ്രത്തെ വിഷമയമാക്കുകയാണ് ചെയ്യുന്നത്. അടുത്തിടെ പസഫിക് സമുദ്രത്തിലുള്ള ഹവായിൽ ദ്വീപുകൾക്ക് സമീപം നിരവധി കണ്ടെയ്നറുകളിൽ നിന്നുള്ള മാലിന്യ കൂമ്പാരം കണ്ടെത്തിയിരുന്നു. പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ഉൾപ്പെടെയാണ് ഇത്തരം കണ്ടെയ്നറുകളിൽ നിന്ന് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് പതിക്കുന്നത്. അതേസമയം ശ്രീലങ്കയിലെ കൊളംബോയ്ക്ക് സമീപം ചരക്കു കപ്പലിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കടലിൽ പതിച്ചത് 1400-ലധികം കണ്ടെയ്നറുകളാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് ഈ കണ്ടെയ്നറുകൾ അധികവും ഉണ്ടായിരുന്നത്. നൈട്രിക് ആസിഡ്, ലെഡ്, മെഥനോള്, സോഡിയം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയ നിരവധി വിഷപദാർത്ഥങ്ങളാണ് ദുരന്തത്തിൽ കടലിൽ പതിച്ചത്. ശ്മശാനം പോലെയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് കൊളംബോയിലെ പല തീരങ്ങളും മാറിയിട്ടുള്ളത്. ഈ രാസമാലിന്യങ്ങളുടെ ദുർഗന്ധം കാരണം പ്രദേശത്ത് താമസിക്കുന്നവരെ അടിയന്തരമായി സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കണ്ടെയ്നർ മാലിന്യത്തിനോടൊപ്പം ആയിരക്കണക്കിന് ചത്ത മത്സ്യങ്ങളെയും കടലാമകളെയുമാണ് പരിസ്ഥിതി പ്രവർത്തകർ കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ ചത്ത 40 ഡോൾഫിൻ, 6 തിമിംഗലം എന്നിവയും കണ്ടെത്തിയിരുന്നു. ദുരന്തത്തിന്റെ ആഘാതം ഇവിടെ അവസാനിച്ചില്ല. 3 മാസത്തേക്കാണ് കൊളംബോയുടെ വിവിധ തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയത്. ഇതോടെ പ്രദേശത്തെ 12,000 കുടുംബങ്ങൾക്കാണ് തൊഴിൽ നഷ്ടമായത്. വീണ്ടും മത്സ്യബന്ധനം പുനഃസ്ഥാപിച്ചെങ്കിലും മത്സ്യലഭ്യത 4-1 കുറഞ്ഞ സ്ഥിതിയുമാണ്. അതുപോലെ ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ ഉണ്ടായ അപകടമാണ് ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ഓയിൽ സ്പിൻ അപകടം. 2010-ലായിരുന്നു ഇത്. ഏപ്രിൽ 20-നാണ് അപകടമുണ്ടായത്. 4 മില്യൺ ബാരൽ എണ്ണ 87 ദിവസത്തോളം ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ ഒഴുകി വ്യാപിച്ചു. ഇതുമൂലം ആയിരക്കണക്കിന് ജീവജാലങ്ങളുടെ നാശത്തിനാണ് ഈ ഒരു അപകടം ഇടയാക്കിയത്. അതുപോലെ തന്നെയാണ് അറബിക്കടലിൽ മറിഞ്ഞ MSC എൽസ-3 എന്ന കപ്പലിൽ നിന്ന് കടലിലൂടെ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളുടെ കാര്യവും. ഇത് ഭാവിയിൽ വലിയ അപകടം സൃഷ്ടിക്കാൻ കാരണമായിട്ടുള്ളതാണ്. ഇപ്പോൾ ജനങ്ങളുടെ പ്രധാന സംശയം കടലിലേക്ക് മുങ്ങിയ കണ്ടെയ്നറുകളുള്ള സാധനങ്ങൾ മത്സ്യം കഴിക്കുന്നതിന് പ്രശ്നമാണോ എന്നതാണ്. കണ്ടെയ്നറുകളിലെ എണ്ണകളിലെ വിഷപദാർത്ഥമായ PAH എന്ന വസ്തുവിന്റെ സാന്നിധ്യം ക്യാൻസറിന് കാരണമാകുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മറൈൻ ഗ്യാസ് ഓയിലിനുള്ളിൽ PAH സാന്നിധ്യമുണ്ട്. ഇതടങ്ങിയ മീൻ കഴിച്ചാൽ PAH മനുഷ്യ ശരീരത്തിനുള്ളിൽ എത്തുമെന്നതാണ് പ്രശ്നം. PAH അപകടകരമായ അളവിൽ അല്ലെങ്കിൽ പോലും ഇതിന്റെ സാന്നിധ്യം കാരണം മീനിന് പെട്രോളിന്റെ ചുവയുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദഹന പ്രശ്നങ്ങൾ മുതൽ ക്യാൻസർ വരെയാണ് ആരോഗ്യത്തെ ബാധിക്കുന്നതായ പ്രശ്നങ്ങൾ. അതേസമയം വലിയ മീനുകളിൽ PAH സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. ഇവയ്ക്ക് എണ്ണ കലർന്ന വെള്ളത്തെ ഒഴിവാക്കി നീന്താനുള്ള കഴിവുള്ളതാണ് ഇതിന് കാരണം. എന്നാൽ ചെറിയ മീനുകളിൽ ഇവ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവയാണ്.
എന്നിവയാണ്. PAHന്റെ തന്മാത്രകൾ വലിയ മീനുകളുടെ ദഹന വ്യവസ്ഥയിൽ വിഘടിക്കുമെന്നതാണ് വലിയ മീനുകൾ താരതമ്യേന സുരക്ഷിതരാണെന്ന് കരുതാൻ കാരണം. ചെമ്മീൻ ഉൾപ്പെടെയുള്ള മീനുകൾ കൂടുതൽ വിഷം ബാധിക്കാൻ സാധ്യതയുള്ളവയാണെന്നും വിദഗ്ധർ കണക്കാക്കപ്പെടുന്നുണ്ട്.